الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് അള്ളാഹുവിൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ അലംഘനീയമായ അവൻ്റെ മഹോന്നതമായ സ്വർഗത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമളാനിൽ കൂടെ ജീവിക്കാനുള്ള അവസരം നൽകുകയും ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ശവ്വാലിൻ്റെ പൊന്നമ്പിളി വാനിൽ ഉദിച്ചുയർന്നപ്പോൾ ശവ്വാലിലെ ഒന്നാമത്തെ ദിവസം പെരുന്നാളിൻ്റെ സന്തോഷമൊക്കെ പങ്കിട്ട് ശവ്വാലിൻ്റെ പകുതി ദിനരാത്രങ്ങൾ കൂടെ മുന്നോട്ട് വന്നപ്പോൾ 6 നോമ്പും പൂർത്തിയാക്കി വിശ്വാസികളായ നമ്മുടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളായിരുന്നു മുൻകഴിഞ്ഞ ദിവസങ്ങൾ എന്നുള്ളത് ഏറെ ചിന്തകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു റമളാൻ നമ്മിലേക്ക് കടന്നു വരുമോ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിക്കാൻ കഴിയാത്ത അതിൻ്റെ ദിനരാത്രങ്ങളിൽ അടുത്ത ഒരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാകുക. എന്നാൽ ഇക്കഴിഞ്ഞ റമളാൻ നമുക്കൊരുപാട് നന്മകൾ സമ്മാനിച്ചു. കണ്ണും കാതും മനസ്സും നാവും എല്ലാം ഒരുപാട് നന്മകൾ കൊയ്തെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയിട്ടു. റമളാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞുള്ള ഇനിയുള്ള നാളുകളിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ റമളാൻ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടി എന്ന് പറയാനാവും. ആയുസിന്റെ ഏടുകളിൽ കഴിഞ്ഞുപോയ റമളാൻ എന്നത് ഏറ്റവും മനോഹരമായ റമളാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ നിരന്തരമായ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം.
നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. നേടിയെടുത്ത ചൈതന്യം അത് നിലനിർത്തി പോകേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചെയ്തു പോയ തിന്മകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും മടങ്ങില്ല റബ്ബേ, ഇനി ആ തിന്മകളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളായ നമ്മൾ മടങ്ങുമ്പോൾ പലപ്പോഴും തിന്മകൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് തിരികെ വിളിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ സമയത്തിനെയും നമ്മൾ കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ നാവ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായി അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മളെ ഉണർത്തുന്നത് മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. റമദാനിൽ നമ്മൾ ഏറെ ശ്രദ്ധിച്ച അവയവമാണ് നമ്മുടെ നാവ്. അനാവശ്യങ്ങൾ പറയാതെ, അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതെ നമ്മുടെ നാവിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത ആളുകളാണ്. റസൂലുള്ള പറയുന്നത് എല്ലാ സമയത്തും, റമദാനിൽ മാത്രമല്ല റമദാൻ കഴിഞ്ഞാലും ഒരു മനുഷ്യൻ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു അവയവമായിട്ടാണ് നാവിനെ പരിചയപ്പെടുന്നത്. ആരാണോ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതിനെയും സൂക്ഷിക്കുന്നവൻ, അവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകുന്നത് അൽമനു ലഹുൽ ജന്ന, ഞാൻ അവന് വേണ്ടി ജാമ്യം നിൽക്കുമെന്ന്. എന്താണ് താടിയെല്ലുകളുടെ പ്രത്യേകത? ശരീരത്തിലെ ഏറ്റവും ബലം കൂടിയ എല്ലുകളാണ് താടിയെല്ലുകൾ എന്നത്. തുടയെല്ലിന്റെ പ്രത്യേകത ഏറ്റവും നീളം കൂടിയ ശക്തമായ മറ്റൊരെല്ലാണ് താടിയെല്ലുകൾ. ഈ രണ്ട് എല്ലുകൾക്കിടയിൽ എല്ലുകളില്ലാത്ത രണ്ട് അവയവങ്ങളെ സൂക്ഷിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഞാൻ ജാമ്യം നിൽക്കും. എന്തിനു വേണ്ടി? സ്വർഗത്തിനു വേണ്ടി. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് ഞാൻ ആ മനുഷ്യന് വേണ്ടി വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ പരിചയപ്പെടുത്തുന്നത്. നാവിനാൽ ഒരു മനുഷ്യന് സ്വർഗം നേടാൻ കഴിയും, എന്നാൽ നാവ് കൊണ്ട് നരകം നേടാനും പറ്റുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. നിങ്ങളെ ഏതൊരു അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എണ്ണി നോക്കിയാൽ ലാ തുഹ്സുഹാ, നിങ്ങൾ അതിനെ കണക്കാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത്. ആ അനുഗ്രഹങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അവയവമായി നാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, കാനൂ യഖൂലുന ഇന്ന ലിസാനൽ മുഅ്മിൻ വറാഅ ഖൽബഹു. ഒരു മുഅ്മിനിന്റെ നാവ് എന്നത് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. ഒരു ഈമാനുള്ള, തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള മുഅ്മിനിന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലേ വരികയുള്ളൂ. അവനൊരു സംസാരം സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ അവനവന്റെ ഹൃദയം കൊണ്ട് അതിനെ ആലോചിക്കും. അത് സംസാരിക്കണോ, അത് വേണ്ടേ, അത് പറയണോ വേണ്ടേ എന്ന് ആ മനുഷ്യൻ ആലോചിക്കും. അവനാണ് മുഅ്മിൻ. ഞാൻ പറയണ വാചകം ഒരാളുടെ മനസ്സ് മുറിവേൽക്കാൻ പാടില്ല, ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെ മോശമാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാചകം കൊണ്ട് ഒരു സമൂഹത്തിന് വിപത്ത് വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു വിശ്വാസി സംസാരിക്കും. എന്നിട്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു മുനാഫിക്കായ മനുഷ്യനാണെങ്കിൽ എന്ന് പറഞ്ഞ് എന്നിട്ടേ വിശ്വാസി സംസാരിക്കും. എന്നാൽ മുനാഫിക്കായ കപടവിശ്വാസിയായ ഒരു മനുഷ്യന്റെ നാവ് എന്നത് അമാമ കൽബഹു, അവന്റെ ഹൃദയത്തിന്റെ മുന്നിൽ വരും. ഹൃദയം കൊണ്ട് ചിന്തിക്കാനുള്ള അവസ്ഥ അവൻ കൊടുക്കൂല. അവൻ വായി തോന്നിയത് വിളിച്ചു പറയും. അമാമ കൽബഹു, അവന്റെ ഹൃദയത്തിന്റെ മുന്നിലായി വരും അവന്റെ നാവ്. അവൻ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാൽ അത് ഉടനെ വിളിച്ചങ്ങ് പറയും. പിന്നീട് ആലോചിക്കും, ഞാൻ പറയണ്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു അപകടം വരാനുള്ളത് നടന്നിട്ടുണ്ടാകും, ഒരു പ്രയാസം വരാനുള്ളത് നടന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ മുഅ്മിനാണോ? മുഅ്മിനാണെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാചകം ഏതാണ് എന്ന് കൃത്യമായി ഹൃദയത്തിൽ ആലോചനയ്ക്ക് വിധേയമാക്കണമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്.
വലം യുദബ്ബിറുഹു ബിഖൽബിഹി, അവനവന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കൂല. ആര്? മുനാഫിക്കായ മനുഷ്യൻ. ആരാണ് മുനാഫിക്ക്? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളാണ്. അപ്പൊ അയാള് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കും, ചിലപ്പോ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കും, പക്ഷേ ഈമാനികമായ കൃത്യമായ ചൈതന്യം അയാൾ ഉണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് മുഅ്മിനാണോ നമ്മളത് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കണം. അത് ആ സമയം എന്ത് വേണം? നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പറയുന്ന സംസാരങ്ങൾ ആളുകൾക്ക് ഗുണമുള്ളതാണോ എന്ന് ചിന്തിച്ചു കൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കണം വിശ്വാസിയായ മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഞാൻ ആദ്യമായി ഓതിവെച്ച വചനത്തിലൂടെ, സൂറത്തുൽ ഖാഫിലെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി രേഖപ്പെടുത്തുന്നവരായ 2 മലക്കുകളെ അല്ലാഹു രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സൂക്ഷ്മമായി ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങളെ അവർ നിരീക്ഷണ വിധേയമാക്കിയിട്ട് അവൻ ഏത് വാചകമാണോ പറഞ്ഞത്, മാ യൽഫിളു, ഏത് ലഫ്ളാണോ പറഞ്ഞത്, ആ ലഫ്ളിനെ ആയിരിക്കും മലക്കുകൾ രേഖപ്പെടുത്തുക. അത് നല്ല വാചകമാണെങ്കിൽ നല്ല വാചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ രേഖപ്പെടുത്തുമത്രേ. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ. നമ്മൾ പറയാത്തതൊന്നും ആ മലക്കുകൾ രേഖപ്പെടുത്തൂല. നമ്മൾ എന്താണോ പറയണത് അത് ഒരു കൂട്ടം മലക്കുകളാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 2 മലക്കുകളല്ല, ഒരു കൂട്ടം മലക്കുകൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ പറയുന്ന വാചകങ്ങളെ രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ടവരായ മലക്കുകൾ, മാന്യന്മാരായ മലക്കുകൾ, കിറാമൻ കാത്തിബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു വീണ്ടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, അല്ലയോ ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ലതായ വാചകങ്ങൾ പറയണം, നേരെ ചൊവ്വയുള്ള വാക്കുകൾ പറയണം. നിങ്ങൾ നേരെ ചൊവ്വയെ സംസാരിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മളൊക്കെ വിശ്വാസികളാണ്. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഓഫർ ഇതാണ്, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നന്നാകും. നമ്മുടെ അമലുകൾ, കർമ്മങ്ങൾ അത് നന്നായിക്കൊണ്ടേയിരിക്കും. നല്ല വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അള്ളാഹു നന്നാക്കി തീർക്കും നമ്മുടെ അമലുകളെ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരും. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ കാരണമാണ് നല്ല വർത്തമാനങ്ങൾ എന്നുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. എന്നുള്ളത് പറയുന്നത്, ഉമയ്യത്തു ഇല്ലാഹ വ റസൂലഹു, ആരാണോ ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവന് വമ്പിച്ച വിജയമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങളുടെ അടയാളമായി, ഇബാദുർ റഹ്മാന്റെ അടയാളമായും അള്ളാഹു ചേർത്ത് വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതാണ് മന്യന്മാരായ അവർ അനാവശ്യമായ കാര്യങ്ങൾ, വർത്തമാനങ്ങൾ പറയുന്നിടത്തുകൂടെ നടന്നുപോയാൽ, ഒരാളെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൂടെ പോയി നിന്നിട്ട് അതിനൊപ്പിച്ച അയാൾ എങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ കൂടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് വിശ്വാസിയുടെ അടയാളമല്ല. ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണ്യന്റെ ദാസന്മാർ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്നിടത്ത് അവരെ കാണാൻ പറ്റൂല. അവർ മാന്യന്മാരായി നടന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തി. അപ്പൊ നമ്മൾ എങ്ങനെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് വിചിന്തനം ചെയ്യണം, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കണം. എന്നെ കുറിച്ചാണ് ഞാൻ ആലോചിക്കണം, അയാൾ എങ്ങനെയാണെന്നല്ല നമ്മൾ സദസ്സിലിരുന്നിട്ടും ആലോചിക്കാൻ. ഞാൻ എങ്ങനെയാണ്, എന്നെ കുറിച്ചാണോ പറയണത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റണം. അപ്പോഴാണ് വിശ്വാസിക്ക് പരിവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, ഒരു ആയത്ത് കേട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ ഒന്ന് നെട്ടും, ഒന്ന് നടുങ്ങും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസികളെ കുറിച്ച്. അങ്ങനെ ആയത്തും ഹദീസും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുക. എനിക്കെങ്ങനെ മാന്യമായി നടന്നു പോകാൻ പറ്റുന്നുണ്ടോ? ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾക്കിടയിൽ പെട്ട് എന്റെ സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിശ്വാസികളായ നമ്മൾ തയ്യാറാകണം. ഒരു വ്യക്തിയുടെ മാന്യത അളക്കുവാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ പിന്നാലെ നമ്മൾ കൂടാൻ പാടില്ല. മനുഷ്യന്മാരെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് അയാളെ കുറവുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ആളുകളോട് പറയുക, സംസാരിക്കുക, അയാളെ അയ്ബത്ത് പറയുക, അയാളെ നമീമത്ത് പറയുക, ഇതൊക്കെ നാവുകൊണ്ട് നമ്മൾ ചെയ്യല്.
അതുകൊണ്ട് നാവിനെ ഏറെ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നാലെ കൂടി ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ, ക്ഷതമുണ്ടാക്കുന്ന സംസാരങ്ങൾ, അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അവൻ സൂക്ഷ്മതയോടുകൂടി പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. സൂറത്തുൽ ഹുജറാത്തും നമ്മൾ വായിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ ആയത്ത് സൂറത്താണ്. അതിൽ അല്ലാഹു ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഈമാനികമായ അയാൾ എങ്ങനെ നന്നാകണം, അയാൾ മറ്റു മനുഷ്യരുമായി ഇടപഴകുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനം എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്ന് ഇന്ന ബഅദൽ വന്നി ഇസ്മ. അല്ലയോ ഈമാനുള്ള മുഅ്മിനുകളെ, ഇജ്തനിബൂ കസീറൻ മിനൽ വന്ന്, മനുഷ്യരെ കുറിച്ച് ഊഹങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇജ്തനിബൂ എന്നാൽ നിങ്ങൾ അകന്നു നിൽക്കണം. കസീറൻ മിനൽ വന്ന്, ഊഹങ്ങൾ പിന്നാലെ പോകരുത്. അയാൾ എങ്ങനെയായിരിക്കും, അയാൾ ഇങ്ങനെയായിരിക്കും, അയാൾ ആവർത്തനം പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ ഊഹാപോഹങ്ങളുമായി വിശ്വാസികൾ കൂടാൻ പാടില്ല. തീർച്ചയായും ഊഹങ്ങളിൽ ചിലത് ഇസ്മാണ്. ഇസ്മ എന്ന് പറയാൻ പാപം എന്നാണ്, വൻ പാപം എന്ന രൂപത്തിലുള്ള ആ വാചകം ഉപയോഗിക്കുന്നത്. ഇസ്മ എന്ന് പറയാൻ റംബ് എന്ന് പറയാൻ ചെറിയ പാപങ്ങളാണ്. ഇസ്മ എന്ന് പറയാൻ വലിയ പാപങ്ങൾ. ഒരാളെ കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ പോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ചില ഊഹങ്ങൾ വലിയ തിന്മയായി മാറുമെന്ന്. അതുകൊണ്ട് ഊഹങ്ങൾ പാടില്ല. ഊഹിക്കുന്ന ആ ഊഹങ്ങൾ അത് തെറ്റാണെങ്കിൽ ചിലത് വലിയ തെറ്റായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇന്ന ബഅദൽ വന്നി ഇസ്മ. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല. ആളുകൾ പിന്നാലെ കൂടിയിട്ട് ആ ചൂഴ്ന്നിങ്ങനെ ഓരോരുത്തരെ പിന്നാലെ ഇങ്ങനെ കൂടി അയാളുടെ അമലുകൾ നോക്കി, അയാൾ എങ്ങനെയാണ്, അയാൾ എങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെ ആളുകളെ പിന്നാലെ കൂടിയിട്ട് ഒരു ജാസൂസ് ആകാൻ പാടില്ല. ഒരു സ്പൈ ആയി ഇങ്ങനെ സ്പൈ വർക്ക് നടത്തുക, ഒരാളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുക, ചില മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുക, അങ്ങനെ നടക്കാൻ പാടില്ലെന്നാണ് ഒരു മുഅ്മിൻ. അവന് വിശ്വാസികളോട് പറയും, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാ പറയണം. മുഅ്മിനുകൾക്ക് പാടില്ലാത്തതാണ് എന്ത്? ഊഹം പാടില്ല, അത് വൻപാപമായി തീരും. വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നന്വേഷിച്ച് ഒരാളെ പിന്നാലെ ഇങ്ങനെ കൂടാൻ പാടില്ല. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഗീബത്ത് പറയാൻ പാടില്ല, ഏഷണി പറയാൻ പാടില്ല. ഇങ്ങനെന്ന് പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആയത്തായിരിക്കും. അത് ചോദിക്കണം, വല്ലാത്തൊരു ചോദ്യമാണ്. അയുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ആ മരിച്ചു കിടക്കുന്ന ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മാംസം അടർത്തിയെടുത്ത് കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് ഏഷന് പറയുക എന്ന്. ഒരാളെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പച്ച ചത എങ്ങനെ തിന്നും പോലെയാണ്. എങ്ങനെയുള്ള പച്ച ചത? മരിച്ചുപോയ മനുഷ്യനാണ്, അയാളെ കബറടക്കാനുള്ളത്. ആളെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ആത്മാർത്ഥമായ ഹൃദയത്തിൽ പറയണമെങ്കിൽ ആ ഒരു മനുഷ്യനെ കുറിച്ച് ഈർഷ്യതയും വിദ്വേഷവും ഒന്നും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനായ ഒരാള് മരിച്ചു കിടക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 40 മുഅ്മിനുകൾ പങ്കെടുത്താൽ, അല്ലെങ്കിൽ 100 പേര് പങ്കെടുത്താൽ എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെ പങ്കെടുത്താൽ, തൗഹീദുള്ള മനുഷ്യൻ പങ്കെടുത്താൽ അയാൾക്കൊന്ന് പുറത്തു കൊടുക്കുന്ന, അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളിന്റെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കാൻ നീ ആഗ്രഹിക്കുമോ? നമ്മൾ ആഗ്രഹിക്കൂലല്ലോ. അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു ഉപമയിലൂടെ, അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫകരിഹ്തുമൂഹ്, നിങ്ങൾ അതിന് വെറുക്കും. അങ്ങനെ വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. പല സൗഹൃദങ്ങളും പിശാച് നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പല സുഹൃത്ത് ബന്ധങ്ങളും, നമ്മുടെ പല കുടുംബ ബന്ധങ്ങളും, നമ്മുടെ പല സാഹോദര്യ ബന്ധങ്ങളും ഒക്കെ നശിച്ചു പോകുന്നത് ഇങ്ങനെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നമ്മൾ നടക്കുന്നത് കൊണ്ടാണ് എന്ന്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അമലുകൾ നശിപ്പിക്കും. മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പറയാം, അൽ ഗീബ തുഅദി ഇലാ തഖ്തി റവാബിത്തുൽ ഉൽഫ, ഒരു മനുഷ്യന്റെ ഇണക്കത്തിനെ, കെട്ടുറപ്പുള്ള ഒരു ഇണക്കത്തിനെ അത് തഖ്തി ചെയ്യും, അത് വേർപെടുത്തി കളയും. സ്നേഹവും അത് മാറ്റിക്കളയും. ബൈനന്നാസ്, മനുഷ്യർക്കിടയിലെ. മനുഷ്യർക്കിടയിൽ പകയും അതുപോലെ തന്നെ വെറുപ്പുമൊക്കെ അത് വിതയ്ക്കുകയും ചെയ്യും. ഏത്? ഗീബത്ത് പറയുക എന്നത്, ഏഷണി പറയുക എന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്, അൽ അശ്റാറു യത്തബിഊന മസാവിഉൻ നാസ്. ചില ശർറുള്ള മനുഷ്യന്മാരുണ്ട്,
ചില ശർറുള്ള ആളുകളുണ്ട്, ചില ഉപദ്രവകാരികളായ മനുഷ്യരുണ്ട്. യത്തബിഊന മസാവി അന്നാസ്, അത് മനുഷ്യരെ പിന്നാലെ തിന്മകൾ അളക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ പിന്നാലെ കൂടും. വയത്തുറുക്കൂന മഹാസിനഹും, അവർ നന്മകളൊന്നും അയാൾ കാണൂല. പല ആളുകൾക്ക് നന്മകൾ ഒരുപാടുണ്ടാവും, പക്ഷേ ആളുകളുടെ തിന്മകളായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് പറയാം. അയാളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് വയത്തുറുക്കൂന മഹാസിനഹും, അയാളുടെ നന്മകളെല്ലാം മാറ്റിയിട്ട് വയത്തബിഊന മസാവി അന്നാസ്, മോശമായ കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്ന ചില ശർറ പിടിച്ച മനുഷ്യന്മാരുണ്ട്. കമാ യത്തബിഉ ദുബാബ് അൽ മബാദി അൽ ഫാസിദ, ഒരു ഈച്ച എപ്രകാരമാണോ മോശമായ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകുന്നത്, വൃത്തിഹീനമായ സ്ഥലങ്ങളിലാണ് ഈച്ച ഉണ്ടാകാതെ, അതുപോലെ ഈ മനുഷ്യന്മാര് ഇങ്ങനെ പിന്നാലെ കൂടുമെന്ന് മഹാനര്യോഗ്യം പറയുന്ന ഒരു വാചകമാണ്. എത്ര മനോഹരമായ രൂപമയാണ്. അപ്പൊ നമ്മൾ ഈച്ചകളാകാൻ പാടില്ല. ഒരു മുഅ്മിൻ ഒരു ഈച്ചയാകാൻ പാടില്ല. ഏതുപോലെ ആളുകളെ പിന്നാലെ കൂടി തെറ്റുകൾ മാത്രം ഇങ്ങനെ തോണ്ടിയെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാകാൻ ഒരു മുഅ്മിനിന് കഴിയൂല എന്നാണ്. കാരണം ഇന്ന ശൈത്വാന യൻസിഉ ബൈനഹും, തീർച്ചയായും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിശാച് കടന്നുകൂടുമെന്ന്. അപ്പൊ നമുക്കിടയിൽ ശൈത്താൻ കയറാൻ പാടില്ല. നമ്മുടെ അമലുകളുമായി റമദാനിലെ ചൈതന്യവുമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ്, ഗൈബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, മോശമായ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾക്കിടയിൽ മോശം പറയുന്ന ഒരു മനുഷ്യനായി മാറാൻ പാടില്ല എന്നാണ്. നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്ന നല്ലതിനെ എടുത്തു പറയണം. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. കുട്ടികളാണെങ്കിൽ അവരുടെ ചറക്ക് എന്ത് അവർ ചെയ്യണ എല്ലാ തെറ്റുകളും ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെയാണ് കേട്ടോ, ഇത്തിരി മോശമാണ് അവൻ്റെ കാര്യം, ഒട്ടും പഠിക്കൂല, വർത്തമാനം തീരെ ശരിയല്ല, ഇങ്ങനെ. എന്നാൽ അവനൊരു അൽഹംദുലില്ലാ രാവിലെ സുബഹിസ്കരിക്കാൻ എൻ്റെ കൂടെ വരാറുണ്ടാണ്. പിന്നെ ഒരിക്കലും സുബഹിസ്കാരം മുടക്കൂല. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടിയെക്കുറിച്ച് നല്ലത് പറയാം. ഒരു ഉസ്താദായാലും ഒരു അധ്യാപകനായാലും ഒരു അധ്യാപികയായാലും ആദ്യം പാരന്റ് വരുമ്പോൾ നമ്മൾ പറയേണ്ടത് അവന്റെ നല്ലതാ പറയേണ്ടത്. ഒരു പിതാവ്, ഒരു രക്ഷിതാവ്, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക്, രക്ഷിതാക്കൾ എന്ന നിലയിൽ. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് ഏറ്റവും നല്ലത് പറഞ്ഞാൽ എന്ത് ചെയ്യാം, കുട്ടി നന്നായിക്കൊണ്ടേയിരിക്കും. ഏറ്റവും നല്ല കുട്ടിയായി ഒരു മനുഷ്യൻ, ഒരു കുട്ടി രൂപപ്പെടുന്നത് അങ്ങനെയാണ്, നല്ലത് പറയുമ്പോഴാണ്. നമ്മളെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞാൽ നമ്മൾ പിന്നെ അയാളെ കൂടെ കൂടും ഇല്ലല്ലോ. അതുപോലെ കുട്ടികൾ നമ്മൾ പിന്നാലെ ചെയ്യൂല, വരൂല. അപ്പൊ ഭാര്യയെ കുറിച്ച് നല്ലത് പറയുക, സഹോദരങ്ങളെ കുറിച്ച് നല്ലത് പറയുക, അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് നല്ലത് പറയുക, ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുക. ഇങ്ങനെ നല്ലത് പറയാൻ വേണ്ടി നമ്മുടെ നാവ് ഉയർന്നാലോ ആളുകൾ വീണ്ടും നന്നായിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ ഒരു സംസാരം ആളുകളിൽ മാറ്റം ഉണ്ടാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ നോക്കി പറയുന്നുണ്ട്. അദ്ദേഹം ഒന്ന് രാത്രി നമസ്കാരം കൂടി നിർവഹിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരിക്കുമായിരുന്നു എന്നൊരു സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അദ്ദേഹം ഉള്ള സദസ്സിലാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരിക്കലും രാത്രി നമസ്കാരം മുടക്കിയിട്ടില്ല എന്ന്. എന്നാ അദ്ദേഹം നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആളുകൾ എങ്ങനെയാണ്, എന്ത് അയാൾ സുബഹിക്ക് ജമാഅത്തിന് കാണൂല, അയാൾ ഇന്ന കാര്യങ്ങൾ കാണൂല, അയാൾ റമദാനിലാണെങ്കിൽ തീരെ പള്ളിയിൽ വരാറില്ല, അയാളെ മോശം ഇങ്ങനെ എത്ര ആക്കാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അയാളിലുള്ള നല്ലത് പറയുമ്പോൾ അയാൾ നമ്മളുമായി അടുക്കും. അപ്പൊ അടുക്കാനുള്ള ഒരാളുടെ ഹൃദയം നമ്മളുമായി ചേരാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ആളുകളെ കുറിച്ച് നന്മകൾ പറയുക എന്നതാണ്. ഇപ്പൊ നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വാചകങ്ങളാണ്. ഇപ്പോ ഖുർആനെ കുറിച്ച് പറയാറുണ്ട്, എന്താ പറയല്, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം എന്നത് അള്ളാഹുവിന്റെ കലാമാണ്. കലാമാണ്, അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയ ഒന്നല്ല. എന്താ കലാം എന്ന് പറഞ്ഞത്? സംസാരം എന്നാ പറഞ്ഞത്. നമ്മൾ ഖുർആൻ ഒരാളെടുത്തിരുന്ന് ഓതുമ്പോൾ ഒരാൾക്കൊരു ആശ്വാസമാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ആശ്വാസമാണ്. ഖുർആൻ കലാമായതുകൊണ്ട്, അള്ളാഹു സംസാരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ നാവിലൂടെ അള്ളാഹ് സംസാരിക്കണം. നമ്മൾ ഓതുന്ന ആയത്തുകൾ അത് അള്ളയാണ് നമ്മളോട് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അതിന് 10 കൂലി എന്ന് പറഞ്ഞത്. ഒരു ഹർഫിന് 10 കൂലി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അള്ളാഹ് പറയണോണ്ടാണ്, നമ്മൾ പറയണോണ്ടല്ല. അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഖൈറുൽ കലാമി കലാമുള്ളയായത്, ഏറ്റവും നല്ല സംസാരമായത്. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. പരിവർത്തനം ഉണ്ടാകാനാണ് സംസാരിച്ചത് അള്ളാഹു, മാറ്റങ്ങൾ ഉണ്ടാകാനാണ് അള്ളാഹു സംസാരിച്ചത്. ഒരു മനുഷ്യന്റെ സംസാരം കേട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്തുകൊണ്ടാണ്? അയാൾ നല്ല വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ട്. ഒരാൾ തെരുവിളിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ അധിക സമയം എന്ത് ചെയ്യൂല, ഉണ്ടാകില്ലല്ലോ. ഉണ്ടാവും. കാര്യം എന്താണ്? അയാൾ മോശം പറയണേ, അയാൾ ഭയറ്റിട്ട് എന്ത് ചെയ്യും? അയാളെ തെറ്റിലേക്ക് ഞാനും പോയി വീഴാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മളിങ്ങനെ മാറിപ്പോകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുക, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൂരെ മോശം പറയാം.
ഭയങ്കരമായിട്ട് തെറി പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു, ഒന്നും പറഞ്ഞില്ല അയാളോട്. അങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കണ കണ്ട ഉടനെ റസൂലുള്ളാഹി അവിടുന്ന് എഴുന്നേറ്റങ്ങ് മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി എന്തോ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്തതായി ഉണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നാലെ കൂടി. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലേ, എന്താണ് അങ്ങ് അത്രയും സമയം അവിടെ ഇരുന്നതിന് ശേഷം? അയാൾ എന്നെ മോശം പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടിട്ട് അങ്ങ് ഇരുന്നു. എന്നാൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ അങ്ങ് എന്താണ് എഴുന്നേറ്റ് പോയത് എന്ന് ചോദിച്ചു. ഓ അബൂബക്കർ, താങ്കൾ അവിടെ അത്രയും ക്ഷമയോടുകൂടി ഇരുന്നപ്പോൾ അവിടെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളെ ഞാൻ അവിടെ ദർശിക്കുകയുണ്ടായി. എന്നാൽ എപ്പോഴാണോ താങ്കൾ അവിടെ നിന്ന് എഴുന്നേറ്റത് അവിടെ ഒരു പൈശാചികമായ ഒരു സാന്നിധ്യം ഞാൻ കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ദേഷ്യപ്പെടുന്നതും നമ്മൾ മോശമായി പറയുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ പൈശാചികമായ അവസ്ഥയിലാണ് നമ്മൾ പറയണതെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നല്ലതല്ലാത്തൊരവസ്ഥ വരുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് നല്ല വർത്തമാനങ്ങൾ ഒരു മുഅ്മിനിന്റെ നാവിലൂടെ ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ഗീബത്ത് എന്ന് പറയുമ്പോൾ അല്ലത്തി ഹിയ ദിക്റുക അഹാക മിമ്മാ യക്രിഹു, നിന്റെ സഹോദരൻ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവനെ കുറിച്ച് നീ പറയലാണെന്ത് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു, എന്നെ കുറിച്ച് പറയുന്നു, അതാണ് ഗീബത്ത്. എന്നിൽ ഉള്ള കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ അത് എന്നോട് പറഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, ഞാനത് തിരുത്തും. അത് വേറൊരാൾ പറയും തോറും എന്ത് ചെയ്യും, അയാൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചത്. അത് അയാളെ കുറിച്ച് മോശമായ അവസ്ഥ പറയുന്നതിനെ നീ എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, അത്തദറൂന യക്തനിസുൽ മർഉ ലിനഫ്സിഹി, ഒരു മനുഷ്യന്റെ കൻസ് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ നിധി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി. സ്വഹാബത്ത് മറുപടിയായി ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ഖൽബുൻ ഷാക്കിറുൻ, ഒരു ശുക്റുള്ള ഹൃദയമാണ്, നന്ദിയുള്ള ഹൃദയം. ഒരു മനുഷ്യൻ നല്ലൊരു കാര്യം ചെയ്താൽ ജസാഖല്ലാഹു ഖൈർ, അല്ലാഹു നിനക്ക് ബറക്കത്ത് തരട്ടെ, ബാറക്കല്ലാഹു ഫീക്, ഇങ്ങനെ ബറക്കത്ത് പറയാനും അള്ളാഹു നിനക്ക് അർഹമായ കൂലി തരട്ടെ എന്ന് പറയാനും ഒക്കെ ഒരു മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യന് കിട്ടിയ വലിയ നിധിയാണ്. രണ്ടാമത്തത് വലിസാനുൻ ദാകിറുൻ, ദിക്റെടുക്കുന്ന, സ്മരണകൾ അയവിറക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന നാവ് എന്ന്. നല്ല നാവ് ഉണ്ടാകണം, നല്ല വർത്തമാനങ്ങൾ പറയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. മൂന്നാമത്തത് വസൗജത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഇണ എന്നതാണ്. സ്വാലിഹത്തായ ഒരു ഭാര്യ അതുണ്ട് എങ്കിൽ, ഇത് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അയാൾക്കൊരു നിധി ലഭിച്ചതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളായ ആളുകൾ കുന്നാ നതഅല്ലമു സുമുത്ത്, ഞങ്ങൾ സുംത്തിനെ, സൈലന്റ് ആകുന്നതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നു, എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നതായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് എന്ന് മുൻഗാമികളായ സലഫ് സ്വാലിഹികളായ ആളുകൾ പറഞ്ഞു വെച്ചതായി കാണാം. കുന്നാ നതഅല്ലമു സുംത് കമാ തതഅല്ലമുൽ കലാം, നിങ്ങൾ എപ്രകാരമാണോ സംസാരിക്കാൻ പഠിക്കുന്നത് അതുപോലെ ഞങ്ങൾ സൈലന്റ് ആകാൻ, മിണ്ടാതിരിക്കാൻ വേണ്ടി പരിശീലനം സിദ്ധിക്കുമായിരുന്നു എന്ന് ഭാരതന്മാരായ മുൻഗാമികളായ സലഫ് സ്വാലിഹ്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. റസൂലിന്റെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പോലെ യസ്ഹബ്, ഒച്ചയിട്ട് വർത്തമാനങ്ങൾ പറയരുത്. വലാ തസുബ്ബു അല്ലദീന യദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചീത്ത വിളിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കാതെ കാരണമാകുന്നതുകൊണ്ട് അതിന് പിന്നാലെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മ്ലേച്ഛമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, വൃത്തികേടുകൾ പറയാൻ പാടില്ല. അതുപോലെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, ആളുകളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക, മോശപ്പെടുത്തുക, എങ്ങനെ വീണ്ടും പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറയില്ലേ, അങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മാറിപ്പോകും, ആ സദസ്സിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു നിൽക്കുക. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസികളുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നമ്മുടെ ഓരോ സംസാരങ്ങളും രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഗൗരവമുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാവുക. ഓരോ ലഫ്ളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും, അതിനെ ഗൗരവമായി നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വർത്തമാനങ്ങൾ പറയുന്ന മുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്
ഊസിക്കും വഇയ്യായ താനിയും ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരങ്ങളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനടുത്തിരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ മരണക്കിടക്കയിൽ കിടന്ന് മരണത്തിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നെടുവീർപ്പ് കൊണ്ട് ഒന്ന് ഞെരങ്ങുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇങ്ങനെ ഒന്ന് ഒരു ആശ്വാസം കിട്ടാനൊക്കെ ഇങ്ങനെ നമ്മൾ നെടുവീർപ്പിടുമല്ലോ, ഒരു ആശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ വേദനയുടെ കാഠിന്യം കൊണ്ട്, മരണത്തിന്റെ വേദനയുടെ കാഠിന്യം കൊണ്ടൊന്ന് ഞെരുങ്ങുന്ന സമയത്ത് അടുത്തിരുന്ന ശിഷ്യൻ പരിശുദ്ധ ഖുർആനിലെ വചനം ഓതുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രേഖപ്പെടുത്തുന്നവരായ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു ലഫ്ള് പോലും ഒരു മനുഷ്യനും ഉച്ചരിക്കുന്നില്ല എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ഈ ആയത്തിനെ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ പാരായണം ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഇങ്ങനെ ഞെരങ്ങാതെ പിടിച്ചു വെച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. കാര്യം നമ്മളൊരു വർത്തമാനം അല്ലെങ്കിൽ ഒരു ഒരു അർത്ഥം വരുന്ന, ഒരു ആശയം വരുന്ന ഒരു കാര്യം നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെപ്പോലും മുൻഗാമികളായ ആളുകൾ ഗൗരവത്തിൽ കണ്ടിരുന്നു എന്നുള്ളത്. നമ്മളൊക്കെ എന്തുമാത്രം വർത്തമാനങ്ങളാണ് പറയുന്നത് ആളുകളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മൾ കച്ചവട രംഗങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കച്ചവട രംഗത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ പറയുന്ന വർത്തമാനങ്ങളിൽ ഒരു മുഅ്മിനിന് പറയാൻ പറ്റുന്ന വാചകങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ വലിയ അടയാളമാണ്. എങ്ങനെയുള്ള വിശ്വാസിയാണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരാണോ അല്ലാഹുവിനെയും അന്ത്യദിനത്തിനെയും വിശ്വസിക്കുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എത്ര മനോഹരമായ രണ്ട് വാചകങ്ങളാണ്. പക്ഷേ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, വർത്തമാനങ്ങൾ മോശമാണ് എന്ന് തോന്നി തുടങ്ങിയാൽ അവിടെ വർത്തമാനം പറയാതിരിക്കലാണ് ഏറ്റവും ഖൈർ എന്ന് പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനിന്റെ വലിയ ക്വാളിറ്റിയാണ്. എങ്ങനെയുള്ള മുഅ്മിനിന്റെ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എത്തേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ റമദാനിലൂടെ ഒരു മനുഷ്യന് രണ്ട് ഫർഹത്തുകളുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ഒന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് നോമ്പെടുത്ത ആളുകളാണ് നമ്മൾ. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ അള്ളാഹു വിശ്വസിക്കുന്നു. വൽയൗമുൽ ആഖിർ, അന്ത്യദിനമുണ്ട് എന്ന്, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനുകളാണ് നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നല്ലത് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന റസൂലിന്റെ ഈ വാചകത്തിനെ നമ്മൾ നെഞ്ചിലേറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന ലഅനത്തിന്റെ വാക്കുകൾ പോലും പറയാൻ പാടില്ല എന്നാണ്. ഒരാളെ ശാപവാക്ക് പറയുക, അയാൾ നശിച്ചു പോകട്ടെ, അയാൾക്ക് ഇന്നത് വരട്ടെ, അയാൾ എങ്ങനെ ലഅനത്തിന്റെ വാചകങ്ങൾ പോലും പറയാൻ പാടില്ല. അത് ലഅനത്തിന്റെ വാചകങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാം കൊണ്ട് ചെയ്യുന്ന വലിയൊരു അപകടം പിടിച്ച വാക്കാണെന്ന്. ഒരാളെ ലഅനത്ത് ചെയ്യുന്നു, ശപിക്കുന്നു, ആ ലഅനത്ത് ചിലപ്പോൾ അയാളിലേക്ക് തന്നെ മടങ്ങും. ഇനി അയാളില്ലാത്തൊരു കാര്യമാണെങ്കിൽ ശപിച്ച മനുഷ്യരിലേക്ക് തിരിച്ചു മടങ്ങും, നമ്മളിലേക്ക് തന്നെ മടങ്ങും ശാപവാക്കുകൾ. ഒരാൾക്ക് കുരു കൊണ്ട് പോകണേ, ഇങ്ങനെ പ്രാകുന്ന ആളുകളെ കാണാൻ പറ്റും. വളരെ നിസ്സാരമായ വാക്കുകളാണ്, പക്ഷേ ആ കുരു പല രൂപത്തിലും വരാം. ക്യാൻസറിന്റെ കുരുക്കളുണ്ട്, മാരകമായ രോഗങ്ങളുടെ കുരുക്കളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ ശാപവാക്കുകൾ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഒരു മുഅ്മിന് പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തന്നെ നമ്മൾ സൂക്ഷിക്കണം. അതായത് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കുമ്പോഴാണ് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തുടങ്ങിയ റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد والحمد لله رب العالمين.